തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൂരം കലക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണോ എന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി ആരാണ് അധികാരത്തിലേക്ക്? കോൺഗ്രസ് തന്നെയാണ്. എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ എടുത്ത് വെളുത്തുണ്ടായിരുന്ന ആളുകൾ അറിയോ? എന്തൊരു പൊട്ടത്തരമാണ് ഷാക്കിർ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ പറഞ്ഞ എത്രയോ മീഡിയകളിൽ തിരുത്തി തന്നിട്ടുള്ളതാണ്. എത്രയോ മീഡിയകളിൽ എത്രയോ ചർച്ചകളിൽ ഈ വാർത്തയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളതാണ്. എന്താണ് ജനസംഘം, എന്താണ് ജനതാ പാർട്ടി എന്നും വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണം തന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ചർവണം ഇവിടെ വന്നിരുന്നുകൊണ്ട് വിളമ്പരുത്, അതിനുള്ള സ്ഥലമല്ല ഇത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോളിനെ കുറിച്ചാണ്. ഷാക്കിറെ ഒടിഞ്ഞുപോയ ലീഗിന്റെ ഇത്തരം കാര്യങ്ങളിൽ ചരിത്രബോധമില്ലാത്ത അണികളോട് പോയി സംസാരിച്ചാൽ ചരിത്രബോധം നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് അല്ലല്ല, നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് അല്ലെ നിങ്ങൾക്ക് അറിവില്ലാത്തതിന് നിങ്ങൾ വേറെ ആളുകളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. KG മാരാർ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നു BJP ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. ആ ഡീൽ ആരോപണം നിങ്ങൾ ഉന്നയിച്ചതാണ്, അത് ചർച്ച ചെയ്തതുമാണ്. ശരി, എക്സിറ്റ് പോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ UDF അനുകൂലമായി എക്സിറ്റ് പോളുകൾ എന്ന് പറയുമ്പോഴും അഭിലാഷിനോട് MP ഗോവിന്ദൻ പറയുന്നുണ്ട് RSS സഖ്യമുണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്താ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ആ വിഷയങ്ങൾ. അഭിലാഷിനോട് പറഞ്ഞതാ. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ എതിർക്കുമെന്ന് രണ്ടു കൂട്ടരും പറയുമ്പോഴും രണ്ടു കൂട്ടരും വോട്ട് വേണ്ട എന്ന് പറയുവാൻ തയ്യാറാവുകയില്ല. അത് UDF-ഉം LDF-ഉം അങ്ങനെ തന്നെയാണ്. ശരി, ശ്രീ CK ഷാക്കിർ, ഇവിടെ കൃത്യമായ ഒരു മെജോറിറ്റിയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ശ്രീ ഷാക്കിർ, വടക്കൻ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ എഡ്ജ് UDF-ന് പറയുന്നത്. അതൊരു മുസ്ലിം കൺസോളിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അങ്ങനെയല്ല. തെക്കൻ കേരളത്തിൽ ടൈറ്റസ്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അത് ഈ സാഹചര്യത്തിൽ ശരിയുമായിരുന്നു. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒറ്റ കാര്യം പറയാൻ ശ്രമിക്കും, പ്ലീസ്. ദയവ് ചെയ്തിട്ട് മുസ്ലിം കൺസോളിഡേഷൻ എന്നുള്ള വാചകങ്ങൾ ഉപയോഗിക്കല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ചർച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നലെ പറയേണ്ടി വന്നതാണ്, ഇപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ കേരളത്തിലെ വോട്ടർമാർ UDF-ന് അനുകൂലമായി വിധി എഴുതിയാൽ അത് ന്യൂനപക്ഷ ഇപ്പോൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ TP രാമകൃഷ്ണൻ LDF-ന്റെ കൺവീനർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എക്സിറ്റ് പോളിൽ ഞാനും തോൽക്കുന്നതിന്റെ പട്ടികയിലാണല്ലോ, നമുക്ക് കാണാമെന്ന്. നിങ്ങൾ നോക്കുക, ആ പേരാമ്പ്ര മണ്ഡലത്തിൽ മാത്രം ഞാൻ മനസ്സിലാക്കിയത് 34% മാത്രമേ മുസ്ലിം സമുദായമുള്ളൂ. അതിൽ തന്നെ CPM-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, SDPI-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, പിന്നെ അതുപോലെ PDP-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. ഇവരൊക്കെ UDF-ന് വോട്ട് ചെയ്യുമോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബാക്കി 65 ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടാതെ ഈ UDF-ന് മറ്റ് സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുമോ? നിങ്ങൾ UDF ജയിക്കുന്ന സമയത്ത് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു നരേശനാണിത്. അത് ഇത്തവണ വിലപ്പോവില്ല. നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇത് കാസർഗോഡ് മുതൽ അവിടെ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. നിങ്ങൾ എവിടെ എടുത്തോ, നിങ്ങൾ 2 മണ്ഡലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോ. ഒന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി, മറ്റൊന്ന് മലപ്പുറം ജില്ലയിൽ VS ജോയ് മത്സരിച്ച തവനൂർ. ഈ തവനൂരിൽ VS ജോയ് എന്ന ക്രിസ്തുമത വിശ്വാസി മത്സരിക്കുമ്പോൾ 1% ക്രിസ്ത്യൻ വോട്ട് പോലും തവനൂരിലില്ല. നിങ്ങൾ കണ്ടോ VS ജോയിയെ? ആ മലപ്പുറത്തെ മതേതര വിശ്വാസികൾ കാലങ്ങളായി LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന ആ മണ്ഡലത്തിൽ തവനൂരിൽ നിന്ന് VS ജോയ് ജയിച്ചു വരികയും തിരുവമ്പാടിയിൽ നിന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ ഇന്ന ആളുകൾ സ്ഥാനാർത്ഥിയാക്കണം, ലീഗ് സീറ്റ് വിട്ടുകൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് തെറ്റായ വാർത്തകൾ കൊടുത്ത ആളുകൾ മാധ്യമപ്രവർത്തകർ. അവിടെ CK കാസിം എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കേരളത്തിന്റെ മതേതര മനസ്സ് ആണയിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ 4-ാം തീയതി ഇവർ രണ്ടുപേരും കേരളത്തിന്റെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ സമ്മതിക്കണം ഇത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ അല്ല എന്ന്. അന്നെങ്കിലും ഈ മാധ്യമ നിരീക്ഷകന്മാർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം. നമ്മുടെ കേരളത്തിലെ മതേതര മനസ്സിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ മനുഷ്യരായി കാണും വോട്ടർമാരെ, എല്ലാവരെയും മതത്തിന്റെ പേരിൽ കാണല്ലേ. വർഗീയവാദികളെ ചേർത്ത് പിടിച്ചിട്ട് വെള്ളാപ്പള്ളിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മാന്യന്മാരായ ആളുകളെ ദയവ് ചെയ്തിട്ട് വർഗീയത അധിക്ഷേപിക്കൽ, അങ്ങനെ ചാപ്പ കുത്തല്ലേ. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദികളല്ല എന്നുള്ള ചാപ്പ കൊടുത്തതും നിങ്ങൾ തന്നെയാണ്.
അല്ല ഈ ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഉടനെ കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയും. ഈ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ സംഘടന വെൽഫെയർ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി കേൾക്കി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനം നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ പറയാം, PDP ISS എന്ന് പറയുന്ന RSSന് ബദലുണ്ടാക്കിയ സംഘടനയെ അത് നിരോധിച്ച സമയത്ത് 92 ഡിസംബർ 6 അത് പിരിച്ചുവിട്ട് PDP ഉണ്ടാക്കിയതാണ് അബ്ദുൽ നാസർ മദനി. SDP എന്ന സംഘടന നിങ്ങൾക്കറിയാം NDFന്റെ പുതിയ രൂപമാണ്. അവർ ആളുകളെ കൈവെട്ടിയതും പല ആക്രമണം നടത്തിയത് നമുക്കൊക്കെ അറിയാം, PDPയുടെ അറിയാം. എന്താ ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും ഒരു ഉറുമ്പിനെ ആക്രമിച്ചത് നിങ്ങൾക്കറിയോ? അവരുടെ ആശയങ്ങളുമായി നമുക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങൾ പറ, ഏത് വർഗീയ പ്രവർത്തനമാണ് അവർ? വിദ്വേഷ പ്രചരണമാണ്. അല്ലെങ്കിൽ ആരെയെങ്കിലും മതത്തിന്റെ പേരിൽ ആക്രമിച്ച ജമാഅത്ത് ഇസ്ലാമിനെ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ഇന്ത്യയിലോ കേരളത്തിലോ? നിങ്ങൾ എന്താ പറയുന്നത്? എന്നാൽ PDPക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല, RSS പ്രശ്നമില്ല, SDPI പ്രശ്നമില്ല. നിങ്ങൾ വർഗീയ കക്ഷികൾ അങ്ങനെ കാണും. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല സംഘടനകളുമായി. അപ്പോൾ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും കുഴപ്പമല്ല, അവർ വർഗീയവാദികളല്ല. അവർ വർഗീയവാദികളല്ല. അതേസമയം SDP-യും PDP-യും വർഗീയവാദികളാണ്. അതായത് നിങ്ങൾ വർഗീയവാദികൾക്കിടയിൽ അവർക്കിടയിൽ ചിലർക്ക് നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റും ചിലർക്ക് മോശം സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ്. അതാണ് ഉണ്ടായത്. അതും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണില്ല. പക്ഷെ നമ്മൾ കണ്ടത് ഇപ്പോൾ പിന്നെ ഈ SDPI എന്നുള്ള സംഘടനയുടെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ NDFന്റെ അതിന്റെ സംഘടന പ്രവർത്തന ശൈലിയും കേരളത്തിലുണ്ടായ കുഴപ്പങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ PDP എവിടെ നിന്ന് വന്നതാണ്, ആരുണ്ടാക്കിയതാണ്, എന്തുകൊണ്ടാണ് അത് പിന്നെ അങ്ങനെ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസും ലീഗും എല്ലാം അറിയാം. അവർ പ്രവർത്തിച്ച ശൈലിയുണ്ട്, അവർ നമ്മളെ കാണിച്ചു തന്ന അവരുടെ പിന്നെ എന്താ പറയുക രീതിയുണ്ട്. ആ രീതിയിൽ നിന്നും വിലയിരുത്തലാണ്. നമ്മൾ ഏതെങ്കിലും പാർട്ടിയെ വർഗീയമാണെന്നോ വർഗീയ മതേതരമാണെന്നോ പറയുന്നില്ല. അതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. എന്നാൽ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ മതപരമായിട്ടുള്ള നിലപാട് പലപ്പോഴും വിയോജിപ്പുള്ള ആളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലീഗുകാർ. നമുക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയ ലൈന് UDFന് അനുകൂലമായാൽ അത് പിന്നെ എന്താ പറയുക, അവർ തീവ്രവാദികൾ. ഇത്രയും കാലം ജമാഅത്ത് ഇസ്ലാമി ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ഞാൻ കോഴിക്കോട്ടെ ഹിറ സെന്ററിന് തൊട്ടടുത്താണ് ഇരിക്കുന്നത്, അത് യൂത്ത് ലീഗ് ഓഫീസിൽ. നിങ്ങൾ നോക്കുക, ആ ഹിറ സെന്ററിൽ നന്ദി പറയാൻ CPM-കാർ പോയിരുന്നു. ദേശാഭിമാൻ എഡിറ്റോറിയൽ എഴുതിയിരുന്നു അവർക്ക് അനുകൂലമായി. അന്ന് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല. അവർക്കാവാം വോട്ട് വാങ്ങാം. UDFന് അനുകൂലമായി വോട്ട് ചെയ്താൽ അവർ വർഗീയവാദികൾ, ഭീകരവാദികൾ. ഇതെന്താ ഇതിൽ ന്യായമുണ്ടോ? അത് എല്ലാം തന്നെയാണല്ലോ. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വർഗീയവാദികൾ നിന്നാൽ അവർ നല്ലത്, എതിരാണെങ്കിൽ അവർ മോശം. അത് രണ്ട് മുന്നണികളും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉള്ളതാണ്. SDP-യുടെ കാര്യത്തിൽ നിങ്ങൾ വിമർശിക്കുന്നു LDF-നെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കാര്യത്തിൽ UDF-നെ LDF-ഉം വിമർശിച്ചു. ഇതും ഈ തെരഞ്ഞെടുപ്പ് രംഗം കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടതാണ്. അല്ല മഞ്ജുഷേ, നോക്ക് നിങ്ങൾ മഞ്ജുഷേ ഒറ്റ സെക്കൻഡ്. വേങ്ങരയിൽ ഇപ്പോഴത്തെ LDF-ന് സ്ഥാനാർത്ഥിയാരാണ്? സബാഹ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേങ്ങരയിൽ മത്സരിച്ചപ്പോൾ SDP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് 11,000 വോട്ട് വാങ്ങി. ഇത്തവണ അദ്ദേഹം ആരുടെ സ്ഥാനാർത്ഥിയാണ്? LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദാഹരണം ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ഏതെങ്കിലും തീവ്രവാദികളോട് വോട്ട് വാങ്ങിയെന്നല്ല, മുന്നണി ആയത് പോട്ടെ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉദാഹരണം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ LDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കേട്ടോ. LDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് UDF സ്ഥാനാർത്ഥികൾ വന്നത് എന്ന്. KM ഷാജിയുടെ കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് ആര്? KM ഷാജി. നിങ്ങൾക്കറിയാലോ. പിന്നെ ആ ഷാജി ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നവനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.